നമസ്കാരം. യുഗയുഗങ്ങളായി ജീവിച്ചു വരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതും ശിവനടനം നേരിൽ ദർശിച്ച ദിവ്യനും തമിഴ്നാട്ടിൽ പുലിക്കാൽ മുനി എന്നറിയപ്പെടുന്നതുമായ വ്യാഘ്രപാദ മഹർഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. വ്യാഘ്രപാദ മഹർഷി എവിടെ പിറന്നു, ഏതു കാലത്ത് ജീവിച്ചിരുന്നു, ഏതു കാലത്ത് സമാധി അടഞ്ഞു എന്നതിനെപ്പറ്റി ശരിയായ വിവരങ്ങളില്ല. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അദ്ദേഹം പതഞ്ജലി മഹർഷി ജീവിച്ച കാലഘട്ടത്തിന് മുമ്പേ ജീവിച്ചിരുന്നയാൾ എന്നാണ് പറയുന്നത്. പുരാണപ്രകാരം അദ്ദേഹത്തിന്റെ അവതാര രഹസ്യം ഇങ്ങനെ: പണ്ടുകാലത്ത് ഗംഗാനദിക്കരയിൽ ജീവിച്ചിരുന്ന ഈശ്വരഭക്തിയിൽ ഉന്നതനും വേദപാഠങ്ങളിൽ പ്രഗത്ഭനുമായിരുന്ന ഒരു ശിവയോഗിയാണ് മദ്യന്തിനർ മഹർഷി. വസിഷ്ഠ മഹർഷിയുടെ കുലത്തിൽ വന്ന അദ്ദേഹത്തിന് ശിവനരുളാൽ പിറന്ന ആൺകുഞ്ഞാണ് മഴൻ. മഹർഷി പുത്രന് വേദങ്ങളും നീതിശാസ്ത്രങ്ങളും ഉപദേശിച്ച് വളർത്തി. മഴൻ പഠനത്തിൽ മിടുക്കൻ. പിതാവിന്റെ ശിവപൂജയ്ക്ക് ആവശ്യമായ വില്ലും പറിച്ചുകൊണ്ടുവരുന്നത്, യാഗത്തിന് ചമത ശേഖരിക്കുന്നത്, പൂജയിൽ പിതാവിനൊപ്പം മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് എന്നിങ്ങനെ പൂജയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെറുവയസ്സിലെയേ മഴൻ ഉത്സാഹത്തോടെ ചെയ്തിരുന്നു. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന മറ്റു മഹർഷിമാർ കുട്ടിയെ ബാലമുനി, മഴമുനി എന്നെല്ലാം വിളിച്ചു വന്നു. ഒരു നാൾ മഴൻ പിതാവിനോട് ഇങ്ങനെ ചോദിച്ചു: ഭഗവാനിൽ ചേരാൻ തപം ഒന്നു മാത്രമാണ് വഴി അല്ലേ? അന്നേരം മദ്യന്തര മഹർഷി ഇപ്രകാരം പറഞ്ഞു: തപം ചെയ്താൽ മനുഷ്യർക്ക് സ്വർഗം മാത്രമാണ് ലഭിക്കുക. എന്നാൽ ശിവപൂജയുടെ വിധിമുറകൾ ഭക്തിയോടെ ചെയ്യുന്നവർക്ക് പുനർജന്മം ഉണ്ടാവില്ല. നീ തില്ലേ മരങ്ങളുള്ള വനത്തിൽ പോയി ശിവഭഗവാനെ പൂജിച്ച് സദ്ഗതി അടയുക. പിതാവിന്റെ ഉപദേശപ്രകാരം തില്ലയിലേക്ക് പോകുന്ന വഴിയിൽ ശരിയായി യോഗസിദ്ധികൾ പരിശീലിക്കണമെന്ന ആഗ്രഹത്തോടെ മഴൻ ദുർവാസാവ് മഹർഷിയുടെ ശിഷ്യനായി. മഹർഷി മഴന് ശിവവഴിപാട്, അമ്പാൾ വഴിപാട്, വിഷ്ണു വഴിപാട്, ബ്രഹ്മൻ വഴിപാട് എന്നിങ്ങനെയുള്ള വഴിപാട് മുറകൾ പഠിപ്പിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം തില്ലേ വനത്തിലെത്തിയ മഴമുനി ആ പ്രദേശത്തിന്റെ ശാന്തതയും അവിടെയുള്ള മരങ്ങളിലെ മനോഹരമായ പൂക്കളും കണ്ട് താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ശിവഗംഗാ തീർത്ഥത്തിനരികിൽ ഒരു പർണശാല നിർമ്മിച്ച് ശിവപൂജ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ ഒരു വാഴമരത്തിനടിയിൽ മഴൻ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ശിവഭഗവാനെ പൂജിച്ചു. അതിരാവിലെയുള്ള പൂജയ്ക്ക് മരത്തിൽ കയറി പൂ പറിക്കുമ്പോൾ മരം കയറ്റം വശമില്ലാത്ത അദ്ദേഹത്തിന് കാൽ വഴുതി മുറിവുകൾ പറ്റി. അതല്ലാതെ ഇരുട്ടിൽ പൂ പറിക്കുമ്പോൾ തലേന്നത്തെ വാടിയ പൂക്കളും പാകമാകാത്ത മൊട്ടുകളും കൂടെയാണ് പറിക്കുന്നത്. കേടായ പൂക്കൾ ഭഗവാന് സമർപ്പിച്ചാൽ പാപങ്ങൾ വന്നു ചേരും. അതിനാൽ നല്ല പൂക്കൾ പറിക്കാൻ ഭഗവാൻ വഴി കാണിക്കണം എന്ന് അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ചു. പുലർകാലത്തുള്ള പൂജയ്ക്കായി രാത്രിയിൽ പൂക്കൾ പറിക്കാൻ കാഴ്ചശക്തി ഇല്ലാത്തതിനാലും നേരം വെളുത്ത ശേഷം പൂക്കൾ പറിച്ചു കൊണ്ടുപോകുന്നത് പൂജയ്ക്ക് താമസമുണ്ടാക്കുമെന്നതിനാലും പൂക്കളിലുള്ള തേൻ വണ്ടുകൾ നുകരുന്നതിനാൽ പൂക്കൾ ഉപയോഗശൂന്യമാകുന്നുവെന്ന് അദ്ദേഹം വിഷമത്തോടെ ശിവഭഗവാനോട് പരാതിപ്പെട്ടു. മഴമുനിയുടെ പരാതി കേട്ട് ദർശനം കൊടുത്ത ശിവഭഗവാൻ അദ്ദേഹത്തിന് മരത്തിൽ കയറി പൂ പറിക്കാൻ തക്കവണ്ണം പുലിയുടേതുപോലെയുള്ള കൈകാലുകളും രാത്രിയിലും കാഴ്ചശക്തിയുള്ള കണ്ണുകളും കൊടുത്തു. അദ്ദേഹമാണ് വ്യാഘ്രപാദ മഹർഷി. അദ്ദേഹം വ്യത്യസ്ത സുഗന്ധത്തിലുള്ള ഏകദേശം 1800 തരം പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിച്ചു എന്നാണ് പറയുന്നത്. മാദ്യന്തിനർ, മഴമുനി, പുലിക്കാൽ മുനി, വ്യാഘ്രപാദർ എന്നിങ്ങനെ പല നാമങ്ങൾ ഈ മഹർഷിക്കുണ്ട്. വ്യാഘ്രം എന്നാൽ സംസ്കൃതത്തിൽ പുലി എന്നാണ് അർത്ഥം. വ്യാഘ്രപാദർ കശ്യപമുനിക്കും കദ്രുദേവിക്കും മൂലനക്ഷത്രത്തിൽ മകനായി പിറന്നതായും പുരാണകഥയുണ്ട്. അങ്ങനെയിരിക്കെ വ്യാഘ്രപാദ മഹർഷി ഒരു നാൾ ധ്യാനത്തിൽ ശിവനടനം ദർശിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ നടനം നേരിൽ കാണണം എന്നൊരാഗ്രഹമുണ്ടായി തില്ലയിൽ ശിവപൂജ തുടർന്നു. അതേസമയം ക്ഷീരസാഗരത്തിൽ ആദിശേഷന്റെ മേൽ ശയിക്കുകയായിരുന്ന ശ്രീമൻ മഹാവിഷ്ണുവിന് പെട്ടെന്ന് ഭാരം കൂടിയത് കണ്ട് അതിനുള്ള കാരണം ആദിശേഷൻ ഭഗവാനോട് തന്നെ ചോദിച്ചു. കൈലാസത്തിൽ ശ്രീപരമേശ്വരനാടിയ നടനം താൻ മനക്കണ്ണിൽ കണ്ടാസ്വദിക്കുകയാണെന്ന് മഹാവിഷ്ണു പറഞ്ഞപ്പോൾ ആ ശിവനടനം കാണണമെന്നൊരാഗ്രഹം ആദിശേഷനുണ്ടായി. ആ വിവരം മഹാവിഷ്ണുവിനോട് പറഞ്ഞു. ശ്രീമൻ നാരായണൻ ആദിശേഷനോട് കൈലാസത്തിൽ തപസ്സിരിക്കുവാൻ നിർദ്ദേശിച്ചു. അപ്രകാരം തപസ്സിരുന്ന ആദിശേഷനിൽ സംപ്രീതനായ ശിവഭഗവാൻ ആദിശേഷന് ദർശനം കൊടുത്ത് ഇപ്രകാരം ഉര ചെയ്തു: ആദിശേഷ, നിന്റെ ആഗ്രഹം നാം മനസ്സിലാക്കുന്നു. മുമ്പ് ദാരുകവനത്തിൽ നാം നടനമാടിയപ്പോൾ ഭൂമിയുടെ നടുഭാഗമല്ലാത്തതിനാൽ ഭൂമി സ്വല്പം കുലുങ്ങിപ്പോയി. മനുഷ്യശരീരത്തിലെ ഇടകലെ, പിങ്കലെ, സുഷുമ്നെ നാഡികളിൽ ഭൂമിയുടെ സുഷുമ്നയായ തില്ലയിൽ നാം നടനമാടുന്നത് കാണണമെന്ന ആഗ്രഹത്തോടെ വ്യാഘ്രപാദ മുനി അവിടെ തപസ്സിരിക്കുന്നുണ്ട്. നീ പാതാള ലോകത്തിലുള്ള 2 മലകൾക്ക് നടുവിലുള്ള ബിലദ്വാരം വഴി തില്ലയിൽ പോയി തപസ്സനുഷ്ഠിക്കൂ. അവിടെ വെച്ച് ഇരുവർക്കും ആനന്ദ നടനം ദർശിക്കാം. ആദിശേഷൻ മനുഷ്യമുഖത്തോടെയും പാമ്പിന്റെ ഉടലോടെയുമായി അത്രി മഹർഷി അൻസൂയ ദമ്പതികൾക്ക് മകനായി ഭൂമിയിൽ വന്നു വീണു. അവർ പുത്രന് പതഞ്ജലി എന്ന നാമം വെച്ച് സകല വിദ്യകളും പഠിപ്പിച്ചു വളർത്തി. കുറച്ചു കാലത്തിനു ശേഷം യുവത്വമെത്തിയപ്പോൾ പതഞ്ജലി മഹർഷി തില്ലയിലെത്തി വ്യാഘ്രപാദ മഹർഷിയെ കണ്ടുമുട്ടി. ഇരട്ടെ മുനികൾ എന്നറിയപ്പെടും വിധം ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി ശിവപൂജ ചെയ്തു വന്നു. ശിവഭഗവാന്റെ തിരുവടികളിലിരുന്ന് കൈലാസത്തിൽ നന്ദിദേവനിൽ നിന്നും 9 ആഗമവിദ്യകൾ ഗ്രഹിച്ച 8 പേരിൽ വ്യാഘ്രപാദ മഹർഷിയും ഒരാൾ. മറ്റ് 7 പേരാണ് തിരുമൂലർ സിദ്ധർ, സനകർ, സനാതനർ, സനന്ദർ, സനൽകുമാരർ, ശിവയോഗമുനി, പതഞ്ജലി മഹർഷി. 389 ശ്ലോകങ്ങളുള്ള ജ്യോതിഷഗ്രന്ഥമായ അങ്കണശാസ്ത്രത്തിന്റെ രചയിതാവ് വ്യാഘ്രപാദ മഹർഷിയാണെന്നാണ് അനുമാനം.
അങ്ങനെ തില്ലെ ചിദംബരത്തിൽ വളരെ കാലം തപസ്സനുഷ്ഠിച്ചു ഇരുവരും. ഒരു മാർഗഴി തിരുവാതിര നാൾ തില്ലയിൽ ജീവിച്ച 3000 ബ്രാഹ്മണർക്കും തിരുമൂലർ സിദ്ധർ, പതഞ്ജലി വ്യാഘ്രപാദ മഹർഷിമാർക്കുമായി ശിവഭഗവാൻ ചിദംബരത്തിൽ ആനന്ദതാണ്ഡവമാടി. പതഞ്ജലി വ്യാഘ്രപാദ മഹർഷിമാർക്ക് ചിദംബരം ക്ഷേത്രത്തിൽ സന്നിധിയുണ്ട്. ചിദംബരം കോവിലിലെ കിഴക്ക് ഗോപുരത്തിൽ വ്യാഘ്രപാദ മഹർഷി പൂക്കൂടയുമായി നിൽക്കുന്ന ശില്പമുണ്ട്. തില്ലയിലെ 3000 ബ്രാഹ്മണന്മാരും ഭഗവാൻ നടരാജരായി ഭൂമിയിൽ അവതാരമെടുക്കുന്നതറിഞ്ഞ് ശിവനടനം കാണാനെത്തിയ ദേവലോകവാസികളാണെന്നാണ് പറയുന്നത്. എന്നാൽ ചിദംബരത്തെ ആനന്ദതാണ്ഡവ കാലത്തിനും എത്രയോ മുമ്പേ ചിദംബരം ക്ഷേത്രത്തിന് പിൻവശത്തുള്ള അനന്തീശ്വരർ കോവിൽ എന്ന ആദി ചിദംബരം ക്ഷേത്രത്തിൽ പതഞ്ജലി വ്യാഘ്രപാദ മഹർഷിമാർക്കായി ഭഗവാൻ നടനമാടിയതായാണ് ഐതിഹ്യം. ചിദംബരം ക്ഷേത്രത്തിലല്ലാതെ ശിവനടനം കാണാനായി വ്യാഘ്രപാദ മഹർഷി പലയിടത്തും തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ വെച്ചെല്ലാം ഭഗവാൻ മഹർഷിക്ക് നടന ദർശനം കൊടുത്തിട്ടുമുണ്ട്. അവയാണ് നവപുലിയൂർ ക്ഷേത്രങ്ങൾ. ചിദംബരം എന്ന പെരുമ്പറ്റ പുലിയൂർ, തിരുപ്പാതിരി പുലിയൂർ, എരുക്കത്തം പുലിയൂർ, ഓമാം പുലിയൂർ, കാണാട്ടം പുലിയൂർ, സിറുപുലിയൂർ, അത്തിപ്പുലിയൂർ, പെരുമ്പുലിയൂർ, തപ്പലം പുലിയൂർ എന്ന നവപുലിയൂർ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം ശ്രീരംഗവും തിരുപ്പട്ടൂർ ജീവബൃന്ദാവനവും സന്ദർശിക്കുന്നത് ഭക്തർ പുണ്യമായി കണക്കാക്കുന്നു. മധുരയിൽ മീനാക്ഷി തിരുക്കല്യാണം നടന്നപ്പോൾ സ്വക്കനാഥരോടൊപ്പം പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദ മഹർഷിയും എത്തുകയുണ്ടായി. വരന്റെ ഭാഗത്തു നിന്നുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ടും ഈ മഹർഷിമാർ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ശിവഭഗവാന്റെ നടനം കണ്ട ശേഷം രാത്രി ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവരായിരുന്നു അവർ. ഭഗവാൻ അവർക്ക് വേണ്ടി വീണ്ടും നടനമാടി. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ വെള്ളിയമ്പലത്തിൽ കാൽമാറ്റിയാടിയ നടരാജരുടെ സന്നിധിക്ക് മുന്നിൽ 2 മഹർഷിമാരുടെയും ശില്പമുണ്ട്. വസിഷ്ഠ മഹർഷി സകുടുംബം ചിദംബരം സിംഗാരത്തോപ്പിൽ പർണശാല നിർമ്മിച്ച് തപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ വ്യാഘ്രപാദ മഹർഷി അവിടെയെത്തി. വ്യാഘ്രപാദരുടെ തപശ്രേഷ്ഠത കണ്ട് വസിഷ്ഠർ തന്റെ സഹോദരി ആത്രേയിയെ വ്യാഘ്രപാദ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇരുവരും നടരാജ പെരുമാനെ പൂജിച്ചു വന്നു. സൂര്യനൊത്ത പ്രകാശത്തോടെ അവർക്ക് ജനിച്ച കുഞ്ഞാണ് ഉപമന്യു. വസിഷ്ഠ മഹർഷിയുടെയും അരുന്ധതിയുടെയും ആശ്രമത്തിലുണ്ടായിരുന്ന കാമധേനു ഉപമന്യുവിന് തന്റെ പാൽ നൽകി. 6 മാസത്തിനു ശേഷം ഉപമന്യുവിനെയും മാതാവിനെയും വസിഷ്ഠർ വ്യാഘ്രപാദരുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നാക്കിയപ്പോൾ അവിടെയുള്ള പശുക്കളുടെ പാൽ കുടിക്കാൻ ഉപമന്യു കൂട്ടാക്കിയില്ല. കാമധേനുവിന്റെ പാൽ വേണമെന്ന് ശാഠ്യം പിടിച്ച് ഉപമന്യു കരഞ്ഞപ്പോൾ വ്യാഘ്രപാദർ നടരാജരെ പ്രാർത്ഥിച്ചു. ഉപമന്യുവിനായി ഒരു പാൽക്കടൽ തന്നെ സൃഷ്ടിച്ചു കൊടുത്തു ശിവഭഗവാൻ. ആ പാൽ കുടിച്ച് തൃപ്തിയടഞ്ഞ ഉപമന്യു വലിയൊരു ജ്ഞാനിയായി വളർന്നു. ദൗമ്യ മഹർഷിയുടെ ശിഷ്യനും ഭഗവാൻ ശ്രീകൃഷ്ണന് പഞ്ചാക്ഷരോപദേശം ചെയ്ത ഗുരുവുമാണ് ഉപമന്യു മഹർഷി. ശിവരഹസ്യം എന്ന പുസ്തകത്തിൽ ഉപമന്യുവിന്റെ ചരിത്രം വിശദമായി പരാമർശിക്കുന്നുണ്ട്. അപ്സരസ് വിദ്യുത് പ്രഭയുടെയും രാജാവ് സുഷേനന്റെയും മകളായ നദീതീർത്ഥത്തിൽ നിന്നും കിട്ടിയ ഹേമലേഖയും ഗൗഡവംശത്തിലെ ഹിരണ്യവർമ്മനും വ്യാഘ്രപാദ മഹർഷിയുടെ വളർത്തുമക്കളാണെന്ന് പുരാണങ്ങളിൽ കുറിപ്പുണ്ട്. വ്യാഘ്രപാദ മഹർഷിയുടെ മകൾ സ്വയസ്വയാംബിക എന്ന സ്വയസ്വാംബികയെയാണ് ശിവഭഗവാന്റെ ഋഷഭവാഹനമായ നന്ദിദേവൻ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നാണ് പുരാണങ്ങൾ. ത്രേതായുഗത്തിൽ ഒരു നാൾ കാശിക്ക് പോകാനായി പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദ മഹർഷിയും യാത്ര ചെയ്യുമ്പോൾ തിരുപ്പിടവൂരിലെ കാശി വിശാലാക്ഷി സമേത വിശ്വനാഥരുടെ മഹിമയറിഞ്ഞ് അവിടെ താമസിച്ച് ഭഗവാനെ പൂജിച്ചു. ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് കൊടും വരൾച്ച ഏർപ്പെട്ടതിനാൽ ഭഗവാന് അഭിഷേകത്തിന് പോലും ജലം കിട്ടാത്ത അവസ്ഥയിലായി. ആ സമയം ഒരു നാൾ കൈലാസത്തിൽ നിന്നും തിരുവാനേക്കാവിൽ ജംബുകേശ്വരർക്ക് നിത്യപൂജയ്ക്ക് തീർത്ഥവുമായി ഐരാവതത്തിന്റെ പുറത്ത് ദേവേന്ദ്രൻ ആകാശമാർഗം പോകുന്നത് കണ്ട് വ്യാഘ്രപാദർ ഐരാവതത്തോട് കാശി വിശ്വനാഥർക്ക് അഭിഷേകത്തിന് സ്വല്പം തീർത്ഥജലം ചോദിച്ചെങ്കിലും ഐരാവതം കൊടുത്തില്ല. ഉടനെ കോപത്തോടെ വ്യാഘ്രപാദർ തന്റെ പുലിക്കാൽ കൊണ്ട് നിലത്ത് തോണ്ടിയതും ശിവഭഗവാന്റെ ശിരസിലെ ഗംഗ താഴോട്ടിറങ്ങി തിരുക്കുളമായി നിറഞ്ഞു. വ്യാഘ്രപാദർ ആ തീർത്ഥമെടുത്ത് കാശി വിശ്വനാഥർക്ക് അഭിഷേകം ചെയ്തു. അതാണ് ക്ഷേത്രത്തിലെ പുലിപ്പാച്ചി തീർത്ഥം. വ്യാഘ്രപാദരോട് തർക്കിച്ച് വൈകിയെത്തിയ ഐരാവതത്തോട് ജംബുകേശ്വര സ്വാമി കാരണമന്വേഷിച്ചപ്പോൾ ഐരാവതം മറച്ചുവെക്കാതെ കാര്യം പറഞ്ഞു. ഉടനെ ജംബുകേശ്വരർ ഐരാവതത്തോട് വ്യാഘ്രപാദ മഹർഷിക്ക് തീർത്ഥം കൊടുത്തിട്ട് വരാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ഐരാവതം തിരുപ്പിടവൂരിലെത്തി തീർത്ഥം എടുത്തുകൊള്ളാൻ പറഞ്ഞെങ്കിലും കോപം തണുക്കാതിരുന്ന വ്യാഘ്രപാദർ തീർത്ഥം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഐരാവതം ആ തീർത്ഥം കൊണ്ട് കാശി വിശ്വനാഥർക്ക് സ്വയം അഭിഷേകം നടത്തി തിരിച്ചുപോയി എന്നാണ് കഥ. കുറച്ചു കാലത്തിന് ശേഷം പതഞ്ജലി മഹർഷി തിരുപ്പട്ടൂരിലുള്ള ഭക്തർ തലയെഴുത്തു മാറ്റാൻ ജാതകവുമായി പോകുന്ന ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിൽ സമാധിയായി. ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്തുള്ള കാശി വിശാലാക്ഷി സമേത കാശി വിശ്വനാഥർ ക്ഷേത്രത്തിൽ വ്യാഘ്രപാദ മഹർഷിയുടെ ജീവസമാധി എന്ന് ഭക്തർ വിളിക്കുന്ന ജീവബൃന്ദാവനമുണ്ട്. ഇതേപ്പറ്റി വിശദമായി ശ്രീ വ്യാഘ്രപാദർ ജീവബൃന്ദാവനം എന്ന വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് രുദ്രാക്ഷ പന്തലിനു കീഴെ തുളസിത്തറ പോലെ നിർമ്മിച്ചിരിക്കുന്ന ജീവബൃന്ദാവനത്തിനുള്ളിൽ യുഗയുഗങ്ങളായി വ്യാഘ്രപാദ മഹർഷി കാശി വിശ്വനാഥരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.